ടെൻഷൻ ആവണ്ടെന്ന് ഇടക്കിടക്ക് അറിയില്ലുണ്ട്. ആദ്യത്തെ കല്യാണം ആയതുകൊണ്ട് അറിയില്ല. എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. ഇന്നലെ ഒരു ടെൻഷൻ ഉണ്ടായില്ല. ഇന്നലെ വരെ ഇന്ന് കെട്ടാൻ പഠിച്ച ആളാ. അവിടെ ചെന്നപ്പോ ഒന്നും മറന്നു, എല്ലാം കടുങ്കട്ടായി. ഇനി എങ്ങനെ ഊരി എടുക്കുന്നതാണ്. ഹാപ്പി അല്ലേ? അവര് വന്നാ ചെറുക്കൻ കൂട്ടൊക്കെ വന്നു. അവിടെ ഉണ്ട്. தென்கிழக்கு தேன் சிட்டு செம்பருத்தி பூமுட்டு செல்லம் கொஞ்சுதே தாலாட்ட. ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്തായാലും വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സ് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ പുള്ളിക്കാർ കാണിച്ചുമില്ല, ആരോടും കാണിച്ചിരുന്ന് പറയുകയും ചെയ്തു. എൻ്റെ അമ്മയ്ക്ക് ഒരു 1 ടൈം വ്യൂ ഇട്ടയച്ച്. അത് കാരണം സർപ്രൈസ് ആയിരുന്നു മൊത്തത്തിൽ. പിന്നെ ഞാൻ മറ്റേ 1983 സീനൊന്നും പ്രതീക്ഷിച്ചു, അത്ര വന്നില്ല മേക്കപ്പ്. മായം കാട്ടി മയക്കിടല്ലേ, മാനത്തോടെ നടത്തിടല്ലേ, കാതിൽ നിന്ന് ചൊന്നതെല്ലാം നേരാണോ? തങ്കമേ 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 തന്നാനേ. ശ്രീലക്ഷ്മിയുടെ ലൈഫിൽ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. അപ്പോൾ ആ മൊമെന്റിന് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്താൻ പറ്റില്ല. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. മനമിരണ്ടും ഒന്നായി சேர்ந்ததென்ன, തവിപ്പുകളും താനായി തീർന്നതെന്ന, എതിലും മാറാ മനമിരണ്ടും ഒന്നായി சேர்ந்ததென்ன, തവിപ്പുകളും താനായി തീർന്നതെന്ന. ആക്ച്വലി നമ്മൾ അറേഞ്ച് മാരേജ് ആണ് പ്യൂറായിട്ട് മാട്രിമോണിയിൽ. പ്രൊഫൈല് കണ്ട് വിളിച്ചാണ് ആദ്യം ഇൻട്രസ്റ്റ് അടിച്ചത് എൻ്റെ അമ്മ തന്നെ. ഞാനാദ്യം അടിക്കാണ്ടിരുന്ന തിരിച്ച്. അപ്പോൾ ചെറിയ കുട്ടിയാന്ന് ഓർത്തിട്ട്. അപ്പോൾ അമ്മ അച്ഛനൊക്കെ നിർബന്ധിച്ചാൽ കുഴപ്പമില്ല, നല്ല കുട്ടിയാണ്, നല്ല കാണാനൊക്കെ രസമുണ്ട്, നീ അപ്ലൈ ചെയ്ത് ഇൻട്രസ്റ്റ് കാണിച്ച് നോക്കാൻ നോക്കും. എന്നിട്ട് കൊടുത്തു. ഒരു എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു 3-ാമത്തെ ദിവസം പോയി പെണ്ണ് കാണാൻ പോയി. 2 ആഴ്ച കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് വന്നു. ഒരു 3 ആഴ്ച കൊണ്ട് എല്ലാ പരിപാടിയും തീർന്നു. എന്താ പറയാ, അന്ന് കണ്ടപ്പോൾ ആക്ച്വലി ഞാൻ സർപ്രൈസ്ഡ് ആയി. അല്ല, ആള് മറ്റേ ബൾക്കായിട്ടിരിക്കുന്ന ഒരാളെ എനിക്ക് വേണ്ട, അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. ഇപ്പൊ കിട്ടിയത് എന്നിട്ട് മാട്രിമോണിയിൽ ഏറ്റവും ബൾക്കായിട്ടുള്ള തന്നെ. കഴിഞ്ഞില്ലേ? നിങ്ങളെ കിട്ടിയ സ്ത്രീധനം തരുമോ?